നമസ്കാരം. വീണ്ടും ഒരു വൈറസ്, പുതിയതായിട്ടുള്ള വൈറസ് വരുന്നു, കോവിഡ് പോലുള്ള ഒരു സമാന സിറ്റുവേഷൻ ഉടനെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് റൂമേഴ്സ് നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴത്തെ വില്ലൻ വൈറസ്, അതായത് ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് HMPV, ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ച വൈറസ് അല്ല. ഇത് 2001 കണ്ടുപിടിച്ച, നെതർലാൻഡ്സിൽ കണ്ടുപിടിച്ച് ഒരുപാട് പേർക്ക് ഈ അസുഖം വന്നിട്ടുള്ള ഒരു പണ്ടേ അറിയുന്ന വൈറസാണ്. അപ്പൊ ചൈനയിൽ ആദ്യമായി കണ്ടുപിടിച്ചതല്ല. അവിടെ ഒരു കൂട്ടം ആൾക്കാർക്ക്, ഒരു ക്ലസ്റ്റർ, അതായത് കൂട്ടം ആൾക്കാർക്ക് ഒരേ ലക്ഷണങ്ങൾ വന്ന് പരിശോധിച്ചപ്പോൾ ഈ വൈറസാണെന്ന് മനസ്സിലാക്കി. അപ്പൊ ചൈന ആയതുകൊണ്ടും കോവിഡ് തുടങ്ങിയ എല്ലാത്തിന്റെ ഉത്ഭവം അവിടെ ആയതുകൊണ്ടും നമ്മൾ കൂടുതൽ അതിലോട്ട് ശ്രദ്ധിക്കുന്നു. അതാണ് അതിന്റെ ഒരു കാര്യം. അതല്ലാതെ ഈ വൈറസ് ഏതൊരു വൈറൽ പനിയെ പോലെ തന്നെയാണ്. പ്രത്യേകിച്ച് ഗുരുതരമായ ലക്ഷണങ്ങൾ ഉണ്ടാക്കുകയോ പ്രത്യേകിച്ച് ലക്ഷണങ്ങളായിട്ടുള്ളതൊന്നുമല്ല. അപ്പം ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാ വൈറൽ പനി വരുമ്പോൾ എന്തൊക്കെ ലക്ഷണങ്ങൾ വരാം? പനി, ചുമ, തൊണ്ടവേദന, തുമ്മല്. കുറച്ച് കൂടിയ സിറ്റുവേഷൻ വരുമ്പോഴാണ് ന്യൂമോണിയയും ബ്രോങ്കൈറ്റിസും ഒക്കെ ആകുന്നത്, അല്ലെങ്കിൽ ശ്വാസകോശ ഫെയിലിയർ, റെസ്പിറേറ്ററി ഫെയിലിയർ വരുന്നു. പക്ഷെ ഒരു ഹെൽത്തി അഡൽട്ടിന്, വേറെ അസുഖങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഇതൊരു സാധാ വൈറൽ പനി പോലെ തന്നെയാണ്. വേറെ ടെൻഷൻ വേണ്ട. പിന്നെ ഏത് വിഭാഗം ആൾക്കാരാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവര്, അതായത് ക്യാൻസർ രോഗമുള്ളവര്, കീമോതെറാപ്പി, റേഡിയോ തെറാപ്പി തുടങ്ങിയ മരുന്നുകൾ എടുക്കുന്നവര്, സ്റ്റിറോയിഡ് എടുക്കുന്നവര്, ഓട്ടോ ഇമ്മ്യൂൺ അസുഖമുള്ളവര്, പിന്നെ ക്രോണിക് അസുഖങ്ങൾ, ഉദാഹരണം ക്രോണിക് കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ ഡയാലിസിസിലുള്ളവര്, കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞവർ, ഇങ്ങനെയുള്ളവരും ഗർഭിണികളും കുട്ടികളും പ്രായമായവരും, ഈ വിഭാഗത്തിലുള്ളവര് കുറച്ച് മുൻകരുതൽ എടുക്കണം. അപ്പൊ എന്താണെന്ന് പറയാം, വെളിയിൽ പോകുമ്പോൾ മാസ്ക് ധരിക്കുക, പ്രത്യേകിച്ച് ക്രൗഡഡ് പ്ലേസിൽ പോകുമ്പോൾ മാസ്ക് ധരിക്കുക. പിന്നെ നമ്മുടെ ജനറൽ ഹൈജീനിക് മെഷേഴ്സ്, നമ്മൾ കോവിഡ് കാലത്ത് പഠിച്ചതാ, ഹാൻഡ് വാഷിംഗ്, കൈ നല്ല വൃത്തിയാക്കി സോപ്പിട്ട് കഴുകേണ്ട രീതി, തുമ്മലോ ജലദോഷമോ മൂക്കടപ്പോ അതുപോലെ തന്നെ ചുമയ്ക്കുമ്പോൾ കർച്ചീഫ് വെച്ച് വാ കവർ ചെയ്യുക. പിന്നെ നമ്മൾ പുറത്തു പോകുമ്പോൾ മാസ്ക് ധരിക്കുക. പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും പനിയോ ജലദോഷമോ ഉണ്ടെങ്കിൽ മാസ്ക് ധരിച്ച് പുറത്തു പോകുക, നമ്മളിൽ നിന്ന് വേറൊരാൾക്ക് കിട്ടാതിരിക്കട്ടെ. അപ്പം അതല്ലാതെ നമ്മൾ ഇതിനെ ഒരുപാട് വെപ്രാളപ്പെട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഹെൽത്തി ഇൻഡിവിജ്വൽസിന് ഇത് കുഴപ്പമില്ല. ഇനി പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെന്റോ മരുന്നോ വാക്സിനോ ഒന്നുമില്ല. നമ്മൾ ഏത് വൈറൽ പനി വരുമ്പോഴും പാരസെറ്റമോൾ എടുക്കുന്നു, പനി മാറുന്നു, നല്ല വെള്ളം കുടിക്കണം, ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കണം, നീർജലീകരണം വരല്, റെസ്റ്റ് എടുക്കണം, വിശ്രമിക്കണം. അത് തന്നെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരും കുട്ടികളും ഗർഭിണികളും പ്രായമായവരും, അത് നമ്മുടെ ആരോഗ്യമന്ത്രി പറഞ്ഞതാണ്. അവര് മാസ്ക് ധരിക്കുക. ക്രൗഡഡ് പ്ലേസിൽ പോകുമ്പോൾ നമുക്ക് എല്ലാവരും ധരിച്ചാൽ അത്രയും നല്ലത്. അനാവശ്യമായ ഭീതി ഒഴിവാക്കുക. അപ്പം ഇത് മാക്സിമം ആൾക്കാരിലോട്ട് ഷെയർ ചെയ്യുക.